ഹലോ, വെൽക്കം ടു സാൻസ് കിച്ചനറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായ ഒരു നാടൻ ഉഴുന്നുവടയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ ഉഴുന്നുവട ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഉഴുന്ന് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇത് മിക്സിയിലായതുകൊണ്ട് പല തവണകളായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇത് മുഴുവനും അരച്ചെടുക്കാനായി 6 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയാൽ വട ഷേപ്പ് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഉഴുന്നെല്ലാം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ വട നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി, ചെറുതായി അരിഞ്ഞെടുത്ത കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ഒരു 10 കുരുമുളകും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫ്ലേവർ നന്നായിട്ട് പിടിച്ചിരിക്കും. ഇനി വട തയ്യാറാക്കുവാനായി മാവ് കയ്യിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ കൈയൊന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം മാവെടുത്ത് ഇതുപോലെ ഒരു ഹോളുണ്ടാക്കി ചൂടായ എണ്ണയിൽ വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വട വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിം ആണെങ്കിൽ ഇതിൻ്റെ പുറംഭാഗം മാത്രമേ വെന്ത് കിട്ടൂ, ഉൾഭാഗം വേവില്ല. അതുകൊണ്ട് എണ്ണയുടെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ വടയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മൊരിഞ്ഞു വരുമ്പോഴുള്ള ആ വടയുടെ മണമെല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. ഇത് നമുക്കിനി കോരി മാറ്റാം. അപ്പോൾ എല്ലാ വടയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ചട്നിയുടെയോ സാമ്പാറിൻ്റെയോ കൂടെയോ കഴിച്ചു നോക്കൂ. നല്ല രുചി തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.